കോവയ്ക്ക കുടംപുളി ഇട്ട് വെച്ചത്. അതിനായി ഒരു 1/4 കിലോ കോവയ്ക്ക കഴുകി വൃത്തിയാക്കി 4ആയി കീറി നീളത്തിലരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പിലയും, ആവശ്യത്തിന് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, അല്പം വെളിച്ചെണ്ണ ഇവ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് മുളക് പൊടിയും ഉപ്പും കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും എത്തക്കത്ത രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പസമയം വെയിറ്റ് ചെയ്യുക. അത് നമ്മുടെ സമയത്തിനനുസരിച്ച് 5 മിനിറ്റോ 10 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ചൂടായ പാനിലോട്ട് ഈ കോവയ്ക്ക ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അല്പം വെന്ത് കിട്ടുകയും വേണം, എന്നാൽ അധികം കുഴഞ്ഞു പോകാതെ നോക്കുകയും വേണം. കോവയ്ക്കയുടെ ഒരു സ്റ്റിഫ്നെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ വേവിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ അടച്ച് വെക്കാതെ വേവിക്കുന്നതായിരിക്കും നല്ലത്. തുറന്ന് വെച്ച് വേവിച്ചെടുത്ത് വഴറ്റി മാറ്റി വയ്ക്കുക. പിന്നീട് ആവശ്യമുള്ള സാധനം കുടംപുളി അല്പം ചൂടുവെള്ളത്തിലിട്ട് വെച്ചത്, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു സവാള, ചെറിയുള്ളി, കടുക് തളിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഒരു ചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു തണ്ട് കറിവേപ്പില ഇവയിട്ട് പൊട്ടിച്ചതിലേക്ക് നെടുകെ പിളർന്ന് വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇവയൊക്കെ തന്നെ ഇട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് സവാള നന്നായി വഴറ്റിയെടുക്കുക. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയാണ്. സവാള നന്നായി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇവ കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണം മാറുമ്പോഴേക്കും ഒരു തക്കാളി മുറിച്ചതും അതോടൊപ്പം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച ഒരു ചെറിയ കഷ്ണം കുടംപുളി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പസമയം അടച്ചു വയ്ക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും 2 പച്ചമുളക്, ഒരു കൊച്ചുള്ളി കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. മല്ലിപ്പൊടി ചേർക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു. മല്ലിപ്പൊടി കൂടി ചേർക്കണം അല്പം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോൾ ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് എത്രയാണോ നമുക്ക് അത് വെള്ളം ആവശ്യമുള്ളത് അതും കൂടി ഒഴിച്ച് അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പസമയം കൂടി അടച്ചു വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ എപ്പോഴും തീ സിമ്മിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. അല്ലെങ്കിൽ തിളയ്ക്കുമ്പോൾ അത് കോവയ്ക്കയും അതിൻ്റെ ചാറും ഒക്കെ സെപ്പറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇളം തീയിൽ വെച്ചിട്ട് നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് കഴിയുമ്പോൾ കോവയ്ക്ക കുടംപുളി ഇട്ട് വെച്ച കറി തയ്യാറായി. ഇത് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ്. ദോശയോടൊപ്പവും അതോടെ ചോറിനോടൊപ്പവും ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെയാണെങ്കിലും പുട്ടിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കോവയ്ക്കയും കുടംപുളിയും കൂടി ഇട്ട് വെച്ച ഈ കറി.